Hi all, I am Devika A. S3, Department of Civil Engineering, SNIT, Adur. CET 201 Mechanics of Solids. In this section, I am going to discuss about the topic column in Module 4. Columns. A column is a vertical structural or machine member subjected to compressive load. കോളം എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ സ്ട്രക്ചറൽ അല്ലെങ്കിൽ മെഷീൻ മെമ്പറാണ്. നമ്മളതിനെ കംപ്രസീവ് ലോഡിലേക്ക് സബ്ജക്റ്റഡ് ചെയ്യും. കോളംസ് ട്രാൻസിറ്റ് വെർട്ടിക്കൽ ഫോഴ്സസ് ടു ദ ഫൗണ്ടേഷൻ ആൻഡ് ഇൻ ടു ദ സബ്സോയിൽ. കോളംസ് നമ്മൾ ട്രാൻസിറ്റ് ചെയ്യുക, വെർട്ടിക്കൽ ഫോഴ്സസിനെ നമ്മൾ ട്രാൻസിറ്റ് ചെയ്യും ഫൗണ്ടേഷനിലേക്കും സബ്സോയിലേക്കും. ദ ലോഡ്സ് അപ്ലൈഡ് ടു എ കോളം ആർ ഒൺലി ആക്സിയൽ ലോഡ്. Loads on column are typically applied at the ends of the member producing axial compressive stresses. ലോഡ്സ് ഓൺ കോളം നമ്മൾ ടിപ്പിക്കലി അപ്ലൈ ചെയ്യുന്നത് ആ മെമ്പറിൻ്റെ എൻസിലായിരിക്കും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആക്സിയൽ കംപ്രസീവ് സ്ട്രെസ്സസ്. കോളം മേ ബി ഷോർട്ട് ഓർ ലോങ്. ആക്സിയൽ ലോഡ് ആൻഡ് എക്സെൻട്രിക് ലോഡ്. വെൻ ദ ലോഡ് ഈസ് അപ്ലൈഡ് എലോങ് ദ ആക്സിസ് ഓഫ് കോളം ദ ലോഡ് ഈസ് കോൾഡ് ആക്സിയൽ ലോഡ്. നമ്മളൊരു കോളത്തിൻ്റെ ആക്സിയലായിട്ട് ലോഡ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ അതിനെ ആക്സിയൽ ലോഡ്. When the axis of the load is parallel to axis of the column, the load is called eccentric load. ആക്സിസ് ഓഫ് ലോഡ് എന്തിനു പാരലൽ ആയിരിക്കാം? ആ കോളത്തിൻ്റെ ലോഡിൽ പാരലൽ ആണെങ്കിൽ അതിനെ എക്സെൻട്രിക് ലോഡ് എന്ന് പറയും. An axial load causes compressive stresses and an eccentric load causes compressive as well as tensile stresses in the column. ആക്സിയൽ ലോഡ് മൂലം കംപ്രസീവ് സ്ട്രെസ്സസും അല്ല എക്സെൻട്രിക് ലോഡ് മൂലം കംപ്രസീവ് as well as tensile stresses in the column. Types of column. According to nature of failure, short, medium and long columns. Short column, whose length is so related to cross-section area that failure occurs mainly due to direct compressive stress only and the role of bending stress is negligible. ഇവിടുത്തെ ലെങ്ത് എന്തിന് റിലേറ്റഡ് ആണ്? ക്രോസ് സെക്ഷൻ ഏരിയ ഫെയിലർ നടക്കുന്നത് മെയിൻലി ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്സും ആൻഡ് റോൾ ഓഫ് ദ ബെൻഡിങ് സ്ട്രെസ് ഈസ് നെഗ്ലിജിബിൾ ആണ് ഇവിടെ. മീഡിയം കോളം, whose length is so related to cross-section area that failure occurs by combination of direct compressive stress and bending stress. ഇവിടുത്തെ ഫെയിലർ നടക്കുന്നത് മെയിൻലി ആയിട്ട് കോമ്പിനേഷൻ ഓഫ് ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്സും ബെൻഡിങ് സ്ട്രെസ്സും. തേർഡ് വൺ ലോങ് കോളം, whose length is so related to cross-section area that failure occurs mainly due to bending stress and the role of direct compressive stress is negligible. ഇവിടുത്തെ ഫെയിലർ മെയിൻലി നടക്കുന്നത് ബെൻഡിങ് സ്ട്രെസ്സും റോൾ ഓഫ് ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് നെഗ്ലിജിബിൾ ആണ്. നെക്സ്റ്റ് സ്ട്രക്ട്. ആൻ ഇൻക്ലൈൻഡ് മെമ്പർ സബ്ജക്റ്റഡ് ടു ആക്സിൽ കംപ്രസീവ് ലോഡ് ഈസ് നോൺ ആസ് സ്ട്രക്ട്. ഒരു ഇൻക്ലൈൻഡ് മെമ്പർ സബ്ജക്റ്റഡ് ചെയ്യും ആക്സിൽ കംപ്രസീവ് ലോഡിനെയാണ് സ്ട്രക്ട്. സ്ട്രക്ട് മേ ബി ഓൾസോ ബി ഹൊറിസോണ്ടൽ മെമ്പർ. എ സ്ട്രക്ട് ഈസ് എ സ്ട്രക്ചറൽ കമ്പോണൻറ്റ് കോമൺലി ഫൗണ്ട് ഇൻ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്സ്, ആർക്കിടെക്ചർ ആൻഡ് അനാട്ടമി. ഡയറക്റ്റ് സ്ട്രെസ് ഇൻ ഷോർട്ട് കോളം, ഇത് ഫിഗർ ആണ്. When the load acts through the axis of column, the load is called axial load. ലോഡ് ഒരു കോളത്തിൻ്റെ ആക്സിലായിട്ട് ആക്ട് ചെയ്യുന്നെങ്കിൽ അതിനെ ആക്സിയൽ ലോഡ്. ദ സ്ട്രെസ് ഡ്യൂ ടു ആക്സിയൽ ലോഡ് ഈസ് കോൾഡ് ഡയറക്റ്റ് സ്ട്രെസ്. ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് ഈസ് നോർമൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ. ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയും ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് നോർമലാണ് ആൻഡ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ ക്രോസ് സെക്ഷൻ. ഇഫ് ദ അപ്ലൈഡ് ലോഡ് ഈസ് പി ആൻഡ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് എ, അപ്ലൈഡ് ലോഡ് പിയും ക്രോസ് സെക്ഷണൽ ഏരിയ എയും ആണെങ്കിൽ ദെൻ ദ ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് സിഗ്മ സി ഈക്വൽ ടു പി ബൈ എ ആണ്. Failure of axially loaded short column occurs when the compressive stress exceeds the allowable limit of compressive stress of the material's column. If sigma c is allowable compressive stress of the column material and A is the cross-sectional area of column, then the maximum compressive load that can be applied P equal to sigma c into A. Bending stress in short column. When the line of action of load does not pass through the axis of column, എന്ന് വെച്ചാൽ ഒരു കോളത്തിൻ്റെ ആക്സിസിലേക്കൂടെ ലൈൻ ഓഫ് ആക്ഷൻ ലോഡ് കടന്നു പോകത്തില്ലെങ്കിൽ ദ ലോഡ് ഈസ് കോൾഡ് എക്സെൻട്രിസിറ്റി. ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ഇ ആണ്. ആൻ എക്സെൻട്രിക് ലോഡ് ഇൻ ഷോർട്ട് കോളം കോസസ് ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് ആസ് വെൽ ആസ് സ്ട്രെസ് ഡ്യൂ ടു ബെൻഡിങ് മൊമെൻറ്റ്. An eccentric load P is equivalent to an axial load P along with the moment M equal to P into A. Compressive stress due to axial load P, sigma D equal to P by A. Bending stress due to moment M, sigma B equal to M by Z. This bending stress sigma B is compressive at the inner edge and is tensile at the outer edge. Bending stress sigma B compressive ആണ് inner edgeലും tensile ആണ് outer edgeലും. Sigma B equal to sigma D equal to sigma T equal to M by Z equal to P into E by Z ആണ്. Kern of section.
Kern of a section is a region in the cross section of short column such that when eccentric load act within region, eccentric load ആ region അകത്തായിരിക്കാം. Tensile stress will not develop anywhere in the cross section of the column. Tensile stress develop ചെയ്യില്ല. The shape of kern of section depends on shape of cross section of the column. Next ഒരു പ്രോബ്ലം ആണ്. A rectangular column of width 200 mm and thickness 150 mm carries a point load of 240 kN at an eccentricity of 25 mm in a plane bisecting the thickness. Calculate the maximum and minimum intensity of stress in the section. ഇവിടെ പറഞ്ഞിരിക്കുന്ന റെക്റ്റാങ്കുലർ കോളത്തിൻ്റെ വിഡ്ത്ത് 200 mm അതുപോലെ തന്നെ തിക്നെസ് 150 mm ആണ്. ഇത് ആരെ ക്യാരി ചെയ്യുന്നു? ഒരു പോയിന്റ് ലോഡിനെ ക്യാരി ചെയ്യുന്നുണ്ട് 240 kN. ഇതിൻ്റെ എക്സെൻട്രിസിറ്റി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 25 mm. ഈ പോയിന്റ് ലോഡ് ആക്സിലി അല്ല, എക്സെൻട്രിക് ലോഡായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്, കാരണം ഇവിടെ എക്സെൻട്രിസിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗീവൺ ഡേറ്റാസ് എഴുതാം. ഗീവൺ ഡേറ്റ ബി ഇസ് ഈക്വൽ ടു 200 mm, തിക്നെസ് 150 mm ആണ്, പി 240 kN, ദാറ്റ് ഈസ് 240 × 10⁻³ ന്യൂട്ടൺ, എക്സെൻട്രിസിറ്റി ഇ 25 mm. ഡിറ്റർമിൻ കണ്ടുപിടിക്കേണ്ടത് സിഗ്മ മാക്സിമം ആൻഡ് സിഗ്മ മിനിമം ആണ്. അപ്പം മാക്സിമം കംപ്രസീവ് സ്ട്രെസ് സിഗ്മ മാക്സ് ഈക്വൽ ടു, സിഗ്മ മാക്സ് പോസിറ്റീവ് ആണ്, സിഗ്മ C1 + സിഗ്മ C2 ദാറ്റ് ഈസ് P/A + My/Z. P/A പ്ലസ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലോഡ് ഇൻറ്റു എക്സെൻട്രിസിറ്റി ആണ്, PE/Z ദാറ്റ് ഈസ് P ഓഫ് 1/A + P/Z ദാറ്റ് ഈസ് Z ഈക്വൽ ടു BT²/6 ദാറ്റ് ഈസ് B ഈക്വൽ ടു ബ്രെഡ്ത്ത് ഇപ്പോൾ ഇവിടെ തിരിഞ്ഞ് വരും, ദാറ്റ് ഈസ് 150 mm ആൻഡ് തിക്നെസ് 200 mm. That is eccentricity of plane is interest in the thickness. Z equal to 150 × 200²/6 that is 10⁻⁶ mm³. Maximum compressive stress sigma max equal to P of 1/A + P/Z that is 240 × 10⁻³ of 1/150 × 200 + 25 mm/10⁻⁶. That is 40 Nm/mm³ square. Minimum compressive stress sigma minim is equal to sigma C1 - sigma C2 that is P/A - My/Z that is P/A - PE/Z that is P of 1/A - E/Z that is 240 × 10⁻³ of 1/150 × 200 - 25 mm/10⁻⁶. ഇവിടെ ചെയ്യുമ്പം 2 Nm/mm² കിട്ടും. സിഗ്മ മാക്സിമത്തിൻ്റെ വാല്യൂ അപ്പം 40 Nm/mm², സിഗ്മ മിനിമത്തിൻ്റെ വാല്യൂ 2 Nm/mm² കിട്ടും. താങ്ക് യു.